ആഴ്ച നിങ്ങളുടെ പുറത്തു വരവിനും നന്മകളുടെ പ്രാപിക്കലുകൾക്കും തടസ്സമായി മനുഷ്യനും പിശാചും അടച്ചുറപ്പിച്ച വാതിലുകളെ യേശു തുറക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അർത്ഥാൽ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. സത്യമായി മാത്രമല്ല, ദൈവത്തെ അളവ് കുറയാതെ നിങ്ങൾക്കൊപ്പം ചേർന്ന് സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തിനെന്നോ, സ്തുതി വലിയ കാര്യങ്ങളുടെ തുടക്കമായി മാറും. വചനം പറയുന്നു, സ്തുതിക്കുന്നവൻ അഥവാ യഹൂദ മുൻപേ പോകട്ടെ. അത് യുദ്ധത്തിനായാലും ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിക്കേണ്ട മേഖലകളിലേക്ക് ആയാലും സ്തുതിക്കുന്നവന് ഒരു മുന്നേറ്റമുണ്ട്. സ്തുതിക്കുന്നവൻ ആദ്യം കാൽ വയ്ക്കും പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ. അപ്പോൾ ഇതൊരു തുടക്കം മാത്രം. ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് ദൈവത്താൽ നിങ്ങൾ നടത്തപ്പെടുന്നതിൻ്റെ തുടക്കം. അപ്പോൾ സ്തുതി കുറയ്ക്കേണ്ട. ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം അവിധത്തിൽ നിങ്ങൾ സ്തുതിക്കുവാനും വലിയത് പ്രാപിക്കുവാനും അഥവാ വലിയൊരു മുന്നേറ്റം ആത്മീയമായും ഭൗതികമായും നടത്തുവാനും മുഖാന്തരമായി മാറേണ്ടതിന് കഴിഞ്ഞ രാത്രിയിലും ഞങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് നിങ്ങൾ കേട്ടല്ലോ. അതെ, ആ വാതിലുകളൊക്കെ തുറക്കും. അവർ ആരായിരുന്നാലും, അവർ എങ്ങനെയുള്ളവരായിരുന്നാലും, എത്ര ശക്തന്മാരായിരുന്നാലും അവരുടെ വാക്കിനോ പ്രവർത്തിക്കോ നിങ്ങളുടെ ചിന്തയ്ക്ക് അപ്പുറമായ ശക്തി ഉണ്ടായേക്കാം. നിങ്ങളുടെ എതിർത്ത് നിൽപ്പുകൾ, നിങ്ങളുടെ പ്രവർത്തികളൊക്കെ അവരുടെ മുമ്പിൽ ദുർബലമായേക്കാം. പക്ഷേ കേൾക്ക്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ വാതിലുകളെ തുറക്കും. ചിലരൊക്കെ തുറന്ന വാതിലിലൂടെ നിങ്ങളുടെ അടുക്കലേക്കെത്തും. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഈ ദൂത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സാക്ഷ്യമാണ്. പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടോ? അല്ല, പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയവരോട് മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ചിലരോടാണ് ഈ ദൂത് എനിക്ക് അറിയിക്കുവാനുള്ളത്. വാക്യത്തിലേക്കും അതിൻ്റെ പശ്ചാത്തലത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത അഥവാ നിങ്ങളുടെ വിടുതൽ മുൻപോട്ട് പോകുന്നത്. നോക്കൂ, ഒരു വാക്യം വായിച്ച് തുടങ്ങട്ടെ. അതെ, പറഞ്ഞ ആലോചനയ്ക്കുള്ള തെളിവ് തന്നെ. പ്രാർത്ഥിച്ച് തുടങ്ങിയ ചിലരെ കുറിച്ചാണ് കേട്ടോ. 12-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന ദൈവമക്കളുടെ കൂട്ടം. അപ്പോൾ ചിലർ പറയുന്നു, പാസ്റ്റർ എന്നെ ഒഴിവാക്കാം, എൻ്റെ പേര് വെട്ടിയേക്കൂ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ ആരുമില്ല, സഭയില്ല, പ്രിയപ്പെട്ടവരില്ല. എന്തിന്? എൻ്റെ ഭർത്താവ് പോലും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പോലും എൻ്റെ മക്കൾ പോലും ഇല്ല പാസ്റ്റർ, ആരും എനിക്കൊപ്പം പ്രാർത്ഥിക്കുവാനില്ല. തെറ്റ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ധൈര്യമായി പ്രാർത്ഥിക്കുക. പ്രഷർ ഫാമിലിക്കൊപ്പം നിനക്കൊരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. ഞങ്ങൾ പ്രസംഗത്തെക്കാൾ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണ്. താങ്ക് യു ലോർഡ്. അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുവാൻ ഞാൻ സമയം മാറ്റിവെച്ചാൽ അര ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ആമേൻ. പ്രാർത്ഥന വലുതും പ്രസംഗം ചെറുതും. അങ്ങനെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും അതാണ് പ്രഷർ ഫാമിലി. ഒപ്പം കൂടിക്കോ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇവരുടെ പ്രാർത്ഥന തുടർന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയും രാത്രിയിലാണ്. ആർക്കു വേണ്ടിയാണ്? പത്രോസ് എന്ന അവരുടെ കൂട്ടത്തിൽ ഒരുവന് വേണ്ടിയാണ് പ്രാർത്ഥന. പത്രോസ് ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. 12-ാം അധ്യായം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ധാരാളം മെസ്സേജുകൾ കേട്ടിട്ടുള്ള പ്രൈസർ ഫാമിലിക്കൊപ്പം തന്നെ ആ മെസ്സേജുകൾ കേട്ടിട്ടുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമാണ്. പത്രോസ് കാരാഗ്രഹത്തിനകത്താണ്. വെറുതെ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടതല്ല, ശിക്ഷാവിധി നടപ്പിലാക്കപ്പെടുവാൻ. എന്താണ് ശിക്ഷാവിധി? ക്യാപിറ്റൽ പണിഷ്മെന്റ്. നമ്മുടെ രാജ്യമൊക്കെ നിർത്തലാക്കിയ പ്രാകൃതമായ കൊലക്കുറ്റം, അതിന് വിധിക്കപ്പെട്ട മനുഷ്യൻ. അപ്പോൾ ഒരുപക്ഷെ
എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം, അങ്ങനെ കൊലക്കുറ്റത്തിന് വിധിച്ചവനാണെങ്കിലും പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യാശ കാണും. അവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ദൈവം അവരുടെ പ്രാർത്ഥനകൾക്കൊപ്പം നിന്ന് ആ പ്രാർത്ഥനയ്ക്ക് കാരണമായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നീക്കുപോക്ക് നൽകും. അപ്പോഴും ചിലർ പരാതി പറയും, പാസ്റ്റർ എന്നെ അതിലും കൂട്ടണ്ട. കാരണം എന്താ? നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒന്നും നടന്നിട്ടില്ല. അല്ലെങ്കിൽ പല പ്രാർത്ഥനകൾക്കും നമ്മൾ വിചാരിച്ച ആ ഒരു മറുപടി കിട്ടിയിട്ടില്ല. എന്തോ ദൈവത്തിനും പഴയ പോലെ ഒരു സ്നേഹമൊന്നും ഇല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. നോക്കൂ, സഭ നിങ്ങളുടെ കൂട്ടത്തിലാണ്. അതെ, യെരൂശലേമിലെ സഭയും നിങ്ങളുടെ കൂട്ടത്തിലാണ്. കാരണം അവർ പ്രാർത്ഥനാ വീരന്മാരാണ്. പക്ഷേ പത്രോസിനെ കൊല്ലുവാൻ വിധിച്ചതിൻ്റെ തലേ ദിവസം പൊതുസ്ഥലത്ത് വെച്ച് ഒരുത്തൻ്റെ തല അങ്ങ് പോയി. അവർക്ക് പ്രാർത്ഥിച്ചു രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം പ്രാർത്ഥന നിർത്തി പരിപാടി മതിയാക്കാം എന്നല്ല. അതേ സഹോദര, ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് നീ ആഗ്രഹിച്ച മറുപടി കിട്ടാത്തത് കൊണ്ട് ഇനി പ്രാർത്ഥിക്കേണ്ട, ഇനി വേണ്ട എന്നല്ല. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയ കാര്യങ്ങളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, വിശ്വാസത്തോടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും. താങ്ക് യു ലോർഡ്. അപ്പോൾ ഒരു വലിയ പരാജയത്തിൽ നിന്നുകൊണ്ടാണ് സഭ പ്രാർത്ഥിക്കുന്നത്. ഒരുവൻ നഷ്ടപ്പെട്ടു, ഇനി ഒരുവനുണ്ട്, അവനെങ്കിലും കിട്ടണം. അല്ലേ സഹോദര? അതാണ് ആഗ്രഹം. നല്ലത് പലതും നഷ്ടപ്പെട്ടു പോയി, ഇനി ഉള്ളതെങ്കിലും നിലനിർത്തുവാൻ കഴിയണം. ഇതും കൂടെ നഷ്ടപ്പെടരുത്. ഈ ജോലി കൂടെ പോയാൽ, ഈ വഴി കൂടെ അടഞ്ഞാൽ, ഈ വരുമാനം കൂടെ ഇല്ലാതായാലോ ചിന്തിക്കുവാൻ പോലും വയ്യ. കടക്കാരെല്ലാം കൂടെ കൊത്തിപ്പറിക്കും, വളഞ്ഞിട്ട് ആക്രമിക്കും. സ്വയം ചത്തില്ലെങ്കിൽ അവർ കൊല്ലും. അവിധത്തിലുള്ള വാക്കുകളാണ് പറയുന്നത് ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വച്ച്. കഠിന വാക്കുകൾ. അതെ, അതിനു മുമ്പേ ആത്മഹത്യ ചെയ്ത് കളയാം. അതല്ലേ പ്ലാൻ? അതല്ലേ? എങ്ങനെയെങ്കിലും ചാവണം, എങ്ങനെയെങ്കിലും ചത്താൽ മതി. റോഡിലൂടെ പോകുമ്പോൾ വാഹനങ്ങളൊക്കെ എതിരെ വരുമ്പോൾ ഉള്ളിനകത്തിരുന്ന് ആരോ പറയുമ്പോൾ എടുത്ത് ചാട്, നിനക്ക് രക്ഷപ്പെടാം, നിന്റെ മക്കൾക്ക് ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടിയെങ്കിലും രക്ഷ. അമ്മേൻ, കണ്ടോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണോ യേശു നിന്നെ വിളിച്ചേ? നീ യേശുവിനെ സ്നേഹിക്കുന്നേ? നീ പ്രാർത്ഥിക്കുന്ന അതിനാണോ? തീരുമാനം മാറ്റ്. സ്തോത്രം. നീ മരിച്ച്, നീ ആത്മഹത്യ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയിലൂടെ തീരുവാനുള്ളതല്ല നിന്റെ ബാധ്യത. നീ ജീവിച്ചിരുന്ന് ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വന്ന് നിന്നിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ളതാണ്. അതേ, ആ ബാധ്യതയിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥനയോടെ രാത്രികളിൽ, അർദ്ധരാത്രികളിൽ കണ്ണുനീരോടെ വേദനയോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന സഹോദരി, സഹോദര, കേൾക്ക്. ഈ ബാധ്യതയിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. താങ്ക് യു ലോർഡ്. അവരും കൊല്ലത്തില്ല, നീയായിട്ട് ചാകുവാൻ ശ്രമിച്ചാൽ ചാകത്തുമില്ല, നാണക്കേടാകുമേ. ആമേൻ. ഇതുകൂടെ പോയാൽ തീർന്നു. അല്ലേ സഹോദര? ജോലി തീർന്നു. പോകത്തില്ലെന്നേ, അങ്ങനെയൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. താങ്ക് യു ലോർഡ്. നീ പുറത്തു വരും. മാതാപിതാവ്, നിന്റെ മക്കൾ, നിന്റെ ഭർത്താവ് പുറത്തു വരും. അവരെ ബന്ധിച്ചൊതുക്കിയ സ്ഥാനത്ത് നിന്ന് അടച്ചുറപ്പിച്ച വാതിലുകളെ തുറന്ന് നിന്റെ ഭർത്താവിനെ, നിന്റെ തലമുറകളെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. ആ കൂട്ടുകെട്ടുകൾക്ക് അവരെ അധികകാലം ഒതുക്കി കൂട്ടുവാൻ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നയിക്കുവാൻ കഴിയത്തില്ല. അവർ പുറത്തു വരിക. ആമേൻ. നിന്റെ ഭർത്താവ് മടങ്ങി വരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. സ്തോത്ര. അയ്യോ പാസ്റ്റർ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ, ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ, ഇനി എനിക്ക് വയ്യ. അല്ല, നീ പ്രാർത്ഥിക്കേ. ഇന്നലകളിലെ പരാജയത്തെ കണ്ടിട്ട് അമേൻ, നീ പ്രാർത്ഥന നിർത്തരുതേ. നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് മടക്കി തരും. അവൻ നിന്റെ ഭർത്താവാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അവൻ നിന്റെ ഭർത്താവാണ്. അമേൻ. ഈ ഭൂമിയിൽ നീ ജീവിക്കുന്നത് വരെ, അവൻ ജീവിക്കുന്നത് വരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ തുടരും. മാതാവേ കേൾക്ക്. നിന്റെ മകളുടെ കുടുംബജീവിതം തകർന്നു പോകുവാൻ, നിന്റെ മകൻ്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ കരം പിടിച്ചു കൊടുത്ത ആ പങ്കാളികൾ തന്നെ. അമ്മ ഷേഖ്യനെ റാഥൂറിയ. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന വീൺ പോകുവാൻ, വൃഥാവായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഇങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റിയാൽ, എങ്ങനെയെങ്കിലും അതൊന്നുമല്ല. നിന്റെ ആരോഗ്യത്തെ കർത്താവ് തിരികെ തരും. ഇന്നലകളെക്കാൾ സന്തോഷത്തോടെ
ഉത്സാഹത്തോടെ ചുറുചുറുക്കോടെ നീ ജോലി ചെയ്യും. നഷ്ടപ്പെട്ട ആരോഗ്യം തിരികെ വരുവാൻ പോകുക. പലപ്പോഴും സങ്കടമതാ, പറഞ്ഞ് കരയുക നീ, എനിക്ക് വയ്യ എൻ്റെ മക്കളുടെ കാര്യം നോക്കുവാൻ, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുവാൻ എനിക്ക് വയ്യ, ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, ഒന്ന് മരിച്ചാൽ മതിയെന്ന് കരയുന്ന, രോഗം മുഖാന്തരം വിലപിക്കുന്ന സഹോദര കേൾക്ക്. നിന്റെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ എൻ്റെ ദൈവം തിരികെ തരുവാൻ പോകുകയായി. ഇങ്ങനെ എങ്ങനെയെങ്കിലും നോ പ്രാർത്ഥിക്കുന്ന നീ ആരോഗ്യവാനായി, ആരോഗ്യവതിയായി, അതെ, നിന്റെ തലമുറ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും. ഓ ആമേൻ. എങ്ങനെയെങ്കിലും നോ നീ ആഗ്രഹിക്കുന്നത് പോലെ നീ കേട്ട വാഗ്ദത്ത നിവർത്തി നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ അത് നിശ്ചയമായി സംഭവിക്കും. നോക്കൂ, തടസ്സം എന്താണ്? കാരാഗ്രഹമാണ് തടസ്സം, ഹെരോദാവിൻ്റെ കൽപ്പനയാണ് തടസ്സം, കാവൽക്കാരാണ് തടസ്സം. തടസ്സത്തെ മാറ്റുവാൻ അർദ്ധരാത്രിയിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്കല്ല. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി പുറത്തു വരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഗംഭീരമായി തീരുവാൻ മനുഷ്യനും പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ദുഷ്ട മന്ത്രവാദികളും ആഭിചാരകന്മാരും ക്ഷുദ്രപ്രയോഗന്മാരും അടച്ചുവെച്ച വാതിലുകൾ തുറന്ന് നിങ്ങൾ പുറത്തു വരുവാൻ, നിങ്ങളുടെ നന്മകൾ പുറത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? കോൺടാക്റ്റ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് വാതിലുകളെ തുറപ്പിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്. കോൺടാക്റ്റ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ വിളിച്ച്. അപ്പോൾ സഭ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങിരുന്നു. ആ പരാജയത്തിൻ്റെ ചാപ്റ്ററൊക്കെ അടച്ചു വെച്ചു. പ്രാർത്ഥിക്കുന്നവന് ജയത്തിൻ്റെ ചാപ്റ്ററുകളെ തുറന്നു നൽകുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നോക്കിയേ, സഭ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? 12-ാം അധ്യായം 6-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകമാണ് കേട്ടോ, കാവൽക്കാരുറങ്ങി. ആമേൻ, സ്തോത്രം. പത്രോസിന് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ കൽപ്പന പ്രമാണിക്കുവാൻ, കല്ലെ പിളർക്കുന്ന രാജാവിൻ്റെ കൽപ്പന പ്രമാണിക്കുവാൻ ഉറങ്ങാതെ നല്ല ഉത്സാഹത്തോടെ കാവൽ കാത്തു നിന്ന, വാതിലിൻ്റെ ബലം കൂട്ടുവാൻ കാവൽ കാത്തു നിന്ന കാവൽക്കാർ ഉറങ്ങി. ആമേൻ. വാതിൽ അടയ്ക്കുക മാത്രമല്ല, നീ പുറത്തു വരുവാൻ ഇടവരാതിരിക്കുവാൻ തക്കവണ്ണം കാവൽക്കാരെയുമാക്കി. ചില കണ്ണുകൾ ഇങ്ങനെ തുറന്നിരിക്കുക. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ, നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്ത് നല്ലത് സംഭവിക്കും? പുറത്തു വരവ് സാധ്യമാകുന്നുണ്ട്. എങ്ങനെയെങ്കിലും പുറത്തു വരുമോ? അവരുടെ ഇഷ്ടത്തിന് വിപരീതമായി രക്ഷപ്പെടുമോ? ജോലി കിട്ടുമോ? പഠിച്ച് അവന്മാരൊരു നിലയിലെത്തുമോ? വീട് പൊങ്ങുമോ? ആമേനല്ലേ? വസ്തു വാങ്ങുമോ? എന്തെങ്കിലും നല്ലത് ഇങ്ങനെ നോക്കിയിരിക്കുക. ചില കണ്ണുകൾ, തുറിച്ച ചില കണ്ണുകൾ. ഓ ആമേൻ. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ഒന്നും പറയാൻ നിവൃത്തിയില്ല. ഇങ്ങനെ തുറിച്ചിരിക്കുന്ന ചില കണ്ണുകൾ. ആ കണ്ണുകളെ ഭയന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ചില കണ്ണുകളെ കർത്താവ് അടയ്ക്കുവാൻ പോയി. ആമേൻ. നിന്നെ കാണാതെ വണ്ണം. ഓ സ്തോത്രം. നിന്റെ ഭവനത്തിലേക്ക് തുറന്നിരിക്കുന്ന, നീ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ആരാഞ്ഞിരിക്കുന്ന ചില കണ്ണുകളെ എൻ്റെ ദൈവം അടയ്ക്കുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. നിന്റെ പുറത്ത് വരവിന് തടസ്സമായി ആദ്യം കാവൽക്കാരെ അങ്ങ് ഉറക്കി. ആമേൻ. രാത്രികളിൽ മിനക്കെട്ട് നീ പ്രാർത്ഥിക്കുന്നത് പോലെ ഉറക്കമില്ലാതെ ആഭിചാരങ്ങൾ ചെയ്യുന്ന, ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യുന്ന, നിനക്ക് നിൻ്റെ കുടുംബത്തിനും വിരോധമായി, വളർച്ചയ്ക്കും വർധനവിനും വിശാലതയ്ക്കും വിരോധമായി ചെയ്തു കൂട്ടുന്ന ചിലതിനെയൊക്കെ കർത്താവ് ഉറക്കുവാൻ പോകുക. ഓ ആമേൻ. ചിലതൊക്കെ സുഖമായി ഉറങ്ങുവാൻ പോകുക. ആമേൻ. കാവൽക്കാരുറങ്ങും. നീ രാത്രികളിൽ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ തുടങ്ങുമ്പോൾ കാവൽക്കാരുറങ്ങുവാനായിട്ട് തുടങ്ങും. കണ്ണ് തുറന്നു വെച്ച് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന കാവൽക്കാരുറങ്ങുവാനായിട്ട് തുടങ്ങും. നോക്കൂ, തീർന്നില്ല. 12:7 പറയുന്നു, കാവൽക്കാരുറങ്ങിയ ഉടനെ ഉയരത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി. ഓഹ് യെസ്, ദൂതൻ ഇറങ്ങും. ആര്, എങ്ങനെ? ചോദ്യം അതാണ്. ആരെനിക്ക് വേണ്ടി സംസാരിക്കും? ആമേൻ. പണ്ടൊരിക്കലൊരുത്തൻ നൈസായിട്ട് ഒരു ഭക്തൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്താ പറഞ്ഞ കാര്യം? നീ ധൈര്യമായിട്ടിരിക്കും യോസേഫേ. ആള് യോസേഫാണ് കേട്ടോ.
ഞാൻ പോയി കൊട്ടാരത്തിലെത്തിയ ഉടനെ നീയും അവിടെ കാണും. വിഷയം അറിയാമല്ലോ. കാരാഗ്രഹത്തിനകത്ത് നമ്മുടെ യോസേഫായപ്പോൾ ഒരു അപ്പക്കാരനും ഒരു പാനപാത്രവാഹകനും വന്നു. അപ്പക്കാരൻ്റെ കാര്യം പോക്കായി. അത് വ്യാഖ്യാനിച്ച് പുള്ളി പറഞ്ഞു കൊടുത്തു. ആര്? നമ്മുടെ യോസേഫ്. അടുത്ത് പാനപാത്രവാഹകൻ അവനോടും പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കും, നീ രാജാവിൻ്റെ മുമ്പിൽ പിന്നെയും നിൽക്കും. ഒരാശ്വാസമായി. കിട്ടിയ ആശ്വാസം പോലെ ദൂത് അല്ലെങ്കിൽ ആ വ്യാഖ്യാനം നടത്തിയതാരാ? അവരുടെ സ്വപ്നങ്ങൾക്കാണ് കേട്ടോ. യോസേഫിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പറഞ്ഞു, യോസേഫേ, ഞാനിതാ പോവുകയാണ്, നീ പറഞ്ഞതുപോലെ സംഭവിച്ചു, ഞാൻ വീണ്ടും രാജാവിൻ്റെ പാനപാത്രവാഹകനാകുവാൻ പോകുന്നു, നീ എൻ്റെ കൂടെ കാണും. ആമേൻ. യോസേഫ് അങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷേ അവരങ്ങ് മറന്നുപോയി. പലരും അങ്ങ് മറന്നുപോകുന്നേ. മറക്കാത്ത ഒരുവനുണ്ട്. ആമേൻ. ചിലരൊക്കെ മറക്കും. നിനക്ക് വേണ്ടി നിൽക്കാമെന്ന് പറയുന്നവർ, നിന്നെ ഓർത്ത് ചെയ്യേണ്ടത് ചെയ്യാമെന്ന് പറയുന്നവർ, ആ ഓഫീസിനകത്ത് നിൻ്റെ സുപ്പീരിയേഴ്സിനോട്, അതെ, അവിടെ നിനക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറയുന്നവരൊക്കെ മറന്നു പോകും. മനഃപൂർവ്വമായി തന്നെ അവരുടെ കാര്യം കഴിഞ്ഞല്ലോ. പക്ഷേ ദൈവം തൻ്റെ ദൂതനെ അയക്കും നിനക്ക് വേണ്ടി. നീ അവിടെ തുടരുവാൻ, നീ പ്രൊമോട്ട് ചെയ്യപ്പെടുവാൻ, നീ എത്തപ്പെട്ട രാജ്യത്ത് മാനിക്കപ്പെടുവാൻ, നീ വെറുങ്കയോടെ മടങ്ങാതിരിക്കുവാൻ, പരാജയമെന്നത് നിൻ്റെ ജീവിതത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കും. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവം തൻ്റെ ദൂതനെ അയക്കുക നിനക്ക് വേണ്ടി. സഹോദരി, ആ കോടതിക്കകത്ത് നീതി വെളിപ്പെടുവാൻ ദൈവം, നീതിയുള്ള ന്യായാധിപതി തൻ്റെ ദൂതനെ അയക്കും. നീ പരാജയപ്പെട്ട് നീ തലകുനിച്ചു മടങ്ങാതിരിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ദൂതനെ ഇറക്കും. ശത്രുക്കളുടെ മുമ്പിൽ, അയ്യോ പാസ്റ്റർ, എനിക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. ശരിയാണ്. മനുഷ്യരോടാണെങ്കിൽ ശരി, അത് 1-2 പേരോടാണെങ്കിൽ ശരി. ഇതങ്ങനെയാണോ? അയ്യോ, നാവ് കൂർത്തുമൂർത്ത അസ്ത്രം പോലെ, അതിലാണെങ്കിൽ അണലി വിഷവും. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയുള്ള നാക്കുകളോട് നിനക്കെങ്ങനെ യുദ്ധം ചെയ്യുവാൻ കഴിയും? ആൾക്കൂട്ടം കൂടിക്കൊണ്ടിരിക്കുക നിനക്ക് വിരോധമായി. കൂടെ നിന്നവരെല്ലാം എതിർചേരിയിലെത്തി, നീ ഒറ്റയ്ക്കായി. അവരോടെങ്ങനെ നിനക്ക് യുദ്ധം ചെയ്യുവാനും നിനക്ക് പറ്റത്തില്ല. പിന്നെ ഉള്ളതോ മന്ത്രവാദികളാണ്, ആഭിചാരകന്മാരാണ്, ക്ഷുദ്രപ്രയോഗകന്മാരാണ്. രാത്രിയുടെ മറവിൽ നീ തളർന്നുറങ്ങുന്ന യാമങ്ങളിൽ നിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ടറിഞ്ഞ് അതിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ചെയ്തു കൂട്ടുന്നവർ എങ്ങനെ എതിർത്ത് നിൽക്കുവാൻ കഴിയും? നിനക്ക് പറ്റത്തില്ല, മനുഷ്യന് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും നിനക്ക് വേണ്ടി. ദേശത്തിലെ മന്ത്രവാദികളോട് യുദ്ധം ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ആൾപ്പെരുപ്പമുള്ള, നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിൻ്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന, സമാധാനത്തോടെ സ്വസ്ഥമായി നിന്നെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാതുകെട്ടി വെല്ലുവിളിച്ച് നിൽക്കുന്ന ആ ദുഷ്ടമനുഷ്യരോട് പോരാടുവാൻ എൻ്റെ ദൈവം ഉയരത്തിൽ നിന്ന് ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഓ ഷബാലാമ റാധോനിയ. യെസ്, അമേൻ. ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. അമേൻ. ഇത് വെറുതെ കേട്ട് ആശ്വാസം കിട്ടുന്ന വെറും വാക്കുകൾ മാത്രമല്ല. ഞങ്ങളുടെ വചനം, അമേൻ, വെറും വചനമായിട്ട് നിങ്ങൾ കേട്ട് എഴുന്നേറ്റ് പോകത്തില്ല. പരിശുദ്ധാത്മാവോടും ശക്തിയോടും കൂടെയാണ്. ഇതിനകത്തൊരു പ്രവൃത്തി വെളിപ്പെടും. നിൻ്റെ ദേശത്തിലൊരു പ്രവൃത്തി വെളിപ്പെടും. മന്ത്രവാദികളുടെ ഭവനത്തിനകത്തൊരു പ്രവൃത്തി വെളിപ്പെടും. നിനക്ക് വിരോധമായി നിൽക്കുന്നവരുടെ ഭവനത്തിനകത്തൊരു പ്രവൃത്തി വെളിപ്പെടും. ഒരിക്കൽ അശൂർ പാളയത്തിലേക്ക് ഒരു ദൂതനങ്ങിറങ്ങി. അന്ന് 1,85,000. ഓ സ്തോത്രം. അപ്പോൾ ആൾപ്പെരുപ്പം കണ്ട് നീ ഭയപ്പെടേണ്ട. ആ ദൂതൻ ഇറങ്ങും. ആ പരീക്ഷ ഹാളിനകത്ത് ദൂതൻ ഇറങ്ങും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. സ്കോർ കിട്ടുന്നില്ലേ? അയ്യോ, 1 മാർക്കിന് 2 മാർക്കിന് പാസ്റ്റർ, അതാണ് സങ്കടം. പരാജയപ്പെടുന്നതല്ല വിഷയം. 1 മാർക്കിന് 2 മാർക്കിന് ഒരുപാട് പൈസ പോയി, പഠിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. IELTS, OET, MOH, പ്രോമെട്രി. അയ്യോ, പരീക്ഷ ഹാളിനകത്ത് ദൂതൻ ഇറങ്ങും. ഓ അബാഷേഖനെ, നിനക്ക് വേണ്ടി ദൈവം തന്നെ ദൂതന്മാരെ അയക്കുവാൻ പോകുക. സ്തോത്രം. നീ ജയാളിയായി പുറത്തു വരുവാൻ, നീ പരാജയപ്പെട്ട് തലകുനിക്കാതിരിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കും. നോക്കൂ, കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
തളർന്നുറങ്ങുന്ന പത്രോസിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ബോധമില്ലാതെ കിടക്കുക ചിലതൊക്കെ. ആമേൻ. മക്കളെക്കുറിച്ചാണ് പറഞ്ഞത്, എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ്, സഹോദരങ്ങളെക്കുറിച്ചാണ്. ഒരു ബോധമില്ല, അങ്ങ് സുഖമായിട്ട് കിടക്കും. നമ്മൾ കരച്ചിലും എത്രയെന്ന് പറഞ്ഞാൽ സങ്കടമല്ലേ. കേൾക്ക്, നീ പറഞ്ഞാൽ കേൾക്കാത്ത അവരുടെ അടുക്കൽ ദൈവം തൻ്റെ ദൂതനെ അയക്കും. ആമേൻ. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ലഹരികളുടെ ഉന്മാദത്തിൽ ബോധം നഷ്ടപ്പെട്ട് എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നറിയാതെ നടക്കുന്ന ചിലരുടെ അടുക്കൽ, അങ്ങനെ കിടക്കുന്ന ചിലരുടെ അടുക്കൽ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും. ആ മുറിക്കകത്ത് നിന്നവർ പുറത്തു വരുവാൻ. ഓ ആമേൻ. അത് സംഭവിക്കുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങ്. ആമേൻ. ദൂതൻ ഇറങ്ങി. അടുത്തെന്താ സംഭവിക്കുന്നത്? 12:7 പറയുന്നു, പത്രോസ് ഉണർന്നു. വിശ്വസിക്കുവാൻ തയ്യാറാണോ സഹോദരി? ചില പത്രോസുമാരൊക്കെ ഉണരും. സുഖമായി കിടന്നുറങ്ങുന്നവന്മാരൊക്കെ, ബോധമില്ലാതെ കിടന്നുറങ്ങുന്നവന്മാരൊക്കെ ഉണരും. ഉറക്കം നടിച്ച് കിടക്കുന്ന ചിലരൊക്കെ ഉണരും. എഴുന്നേറ്റ് ഈ ആഴ്ച നിനക്കൊപ്പം പള്ളിയിലും വരും. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഓ ആമേൻ. അതേന്നെ, ഒപ്പമുള്ളവർ നിനക്കൊപ്പം ചേർന്ന് നിന്റെ ദൈവത്തെ ആരാധിക്കുവാൻ പോകും. ഓ ആമേൻ. സ്തോത്രം. പത്രോസുമാർ ഉണരുവന്നേ. പെട്ടുകിടക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്റെതാ, പക്ഷെ അത് നിന്നിലേക്ക് വരുന്നില്ല. ചില നന്മകൾ നിന്നിലേക്ക് വരുവാൻ തക്കവണ്ണം റെഡിയാകും, ഒരുങ്ങുകയാ. ആമേൻ. പത്രോസ് ഉണർന്ന് തുടർന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പത്രോസ് അരയൊക്കെ കെട്ടി റെഡിയാകുക. ചില നന്മകൾ, തടഞ്ഞു വയ്ക്കപ്പെട്ട നന്മകൾ നിന്നിലേക്ക് വരുവാൻ, നിന്റെ അവകാശം, നിന്റെ അധ്വാന ഫലം. നീ ഒരുപാട് വർഷം അവിടെ ആ രാജ്യത്ത് ജോലി ചെയ്തു, പക്ഷേ അത് നിന്നിലേക്ക് എത്തിയില്ല. നിനക്ക് അർഹതപ്പെട്ടത് നിന്നിലേക്ക് എത്തിയില്ല. നിന്റെ അധ്വാനത്തിന് ഒത്തവണ്ണമുള്ളത് നിന്നിലേക്ക് എത്തിയില്ല. കേൾക്ക്, അത് റെഡിയാവുക. നിന്നിലേക്ക് വരുവാൻ നിന്റെ നന്മകൾ റെഡിയാവുക. പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവ് നിന്റെ കരങ്ങളിൽ തരുവാൻ പോകുക. നിന്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ആ നന്മകളെ നിന്നിലേക്ക് എത്തിക്കുക. ഓ ആമേൻ. അപ്പോൾ പത്രോസ് ഉണർന്നു. ഉണരേണ്ട ചിലർ ഉണരും. അവൻ മയക്കത്തിലാന്നേ. അല്ലെങ്കിൽ സഹോദരി, നിന്നെ ഇട്ടിട്ട് പോകുമോ? അവൻ ഉണരും. മക്കൾ, നിങ്ങൾ അറിഞ്ഞുകൂടാത്ത മക്കളാണോ? നിങ്ങളുടെ കഷ്ടപ്പാട് അറിഞ്ഞുകൂടാത്ത മക്കളാണോ? നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടില്ലാത്ത മക്കളാണോ? അവർക്കെല്ലാം അറിയാം. പക്ഷെ അവരെ ഉറക്കി, അവരെ മയക്കി. ശിംശോൻ തോണ്ടേ ലവളുടെ മടിയിൽ കിടന്ന് ഉറങ്ങിയതുപോലെ ചിലരങ്ങനെ കിടന്ന് ഉറങ്ങുക, ചിലരുടെയൊക്കെ മടിയിൽ കിടന്നു. കർത്താവ് ഉണർത്തുവാൻ പോവുക. ഓ ആമേൻ. ഉണർത്തി നിന്റെ അടുക്കലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പോവുക. ആമേൻ. തീർന്നില്ല, ചങ്ങല വീണു. ദൂതൻ ഇറങ്ങും, ചില ചങ്ങലകൾ വീഴും, ചില ബന്ധനങ്ങൾ അഴിയും, കെട്ടുപൊട്ടും. നീ പുറത്തു വരുന്നതിനും നന്മ പ്രാപിക്കുന്നതിനും നിന്റെ കുടുംബത്തിനൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും നീ ആത്മീയമായി ഭൗതികമായി പ്രാപിക്കുന്നതിനും ശുശ്രൂഷക നിന്റെ വേല വളരുന്നതിനും വിരോധമായി കെട്ടിബന്ധിച്ച ബന്ധനങ്ങൾ അഴിയും. അതിനകത്ത് തന്നെ, ആ ഭവനത്തിനകത്ത് തന്നെ നിന്നെ തളച്ചിടുന്ന ബന്ധനങ്ങളെ കർത്താവ് ഇന്ന് അഴിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. കർത്താവ് അഴിക്കുക. നിനക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ വാഗ്ദത്തത്തിലേക്ക് നിനക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ പോകുക. യെസ് ആമേൻ. കർത്താവ് വാതിലുകളെ തുറക്കും. എത്ര പേർക്ക് വിശ്വാസത്തോടെ ആമേൻ പറയുവാൻ കഴിയും? ആമേൻ. തുടർന്ന് സംഭവിക്കുന്ന, ചങ്ങല വീണപ്പോൾ വാതിൽ തുറന്നു. അവൻ കെട്ടുപൊട്ടിയാൽ പിന്നെ വാതിലുകൾ തുറക്കും. ആ രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കും. വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന വാതിലുകൾ തുറക്കും. ആ നന്മ കരങ്ങളിൽ വരുവാൻ പോകുക. വിവാഹം മുടങ്ങത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടും. വാതിൽ തുറക്കും. നീ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ നിൻ്റെ ഭവനത്തിൻ്റെ പണിയുടെ പൂർത്തീകരണത്തിനായി തുറക്കുവാൻ പോകുക. നീട്ടത്തില്ല എന്ന്, ഒരിക്കൽ നീട്ടത്തില്ല എന്ന് നീ കരുതുന്ന ചില കരങ്ങൾ നിനക്ക് വേണ്ടി എൻ്റെ ദൈവത്താൽ നീട്ടപ്പെടുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങിയോ? ആമേൻ. സ്തോത്രം. നിൻ്റെ മക്കൾക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുവാൻ പോകുക. ആമേൻ. തീർന്നു, ഇനി അവസരമില്ല, ഇനി ചാൻസ് ഇല്ല എന്ന് വിലപിക്കുന്ന, ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ല, ഇനി എനിക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല, ഇന്നലകൾ പ്രാപിച്ചതെല്ലാം പോയി, പക്ഷെ ഇനി പറ്റത്തില്ല എന്ന് കരയുന്ന ചിലർക്ക് വേണ്ടി ദൈവം അവസരത്തിൻ്റെ പുതിയ വാതിലുകളെ തുറന്നു തരുവാൻ പോവുകയാണ്. റെഡിയാണോ?
വിശ്വാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, തുറന്ന വാതിലിലൂടെ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ, പുറത്തു പോകുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവാസം ക്രമീകരിക്കുവാൻ. പ്രാർത്ഥനയാൽ ഉപവാസത്താൽ ചില വാതിലുകൾ തുറക്കുമെന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം രാത്രികളെ പകലുകളാക്കി തന്നെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഉപവാസം ക്രമീകരിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഇത് മാത്രമായ വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുക. വ്യത്യാസം നിങ്ങൾ തന്നെ തിരിച്ചറിയും, വിടുതലുകൾ പ്രാപിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ മെസ്സേജ് മറ്റനേകർക്ക് അനുഗ്രഹമാകും വിധത്തിൽ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി പ്രയോജനപ്പെടുവാൻ കഴിയും. എങ്ങനെയെന്ന് അറിയാമല്ലോ, ഈ മെസ്സേജ് സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് ഈ പ്രോഗ്രാം നിങ്ങൾക്കും സ്പോൺസർ ചെയ്യാം. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന പ്രോഗ്രാമുമായി പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നമ്മൾ ഒരുമിച്ചായിരിക്കും. ജോയിൻ ചെയ്തോ, വലിയ അനുഗ്രഹമായിരിക്കും. നിത്യതയും നമ്മുടെ ലക്ഷ്യമാണല്ലോ. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന സന്ദേശവും ജോയിൻ ചെയ്തോ, അനുഗ്രഹമായിരിക്കും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ കഴിയും. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് സ്വാഗതം. വ്യത്യസ്തമായൊരു ആരാധന അനുഭവം വിടുതലിൻ്റെ പിൻബലത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിയും. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റമ്പള്ളിയുടെ അടുക്കൽ നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. വിളിച്ചിട്ട് കടന്നു വരിക. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദേശത്തിലൊരു കൊയ്ത്തിനായി ഒരുങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനും പിശാചും അടച്ചുറപ്പിച്ച വാതിലുകൾക്ക് മുമ്പിൽ ഇനി നല്ലത് ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സാധ്യമാകും, നല്ലത് എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന ഇവർക്ക് വേണ്ടി സ്വർഗം ഇന്ന് വാതിലുകളെ തുറന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. തളർന്നു പോകാതെ, മടുത്തു പോകാതെ ഇവർ പ്രാർത്ഥിച്ച് തുറക്കപ്പെട്ട വാതിലുകളിലൂടെ ഇവർ ലക്ഷ്യങ്ങളിലേക്ക് എത്തട്ടെ, വാഗ്ദത്തങ്ങളെ പ്രാപിക്കട്ടെ. അടച്ചുറപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇവരുടെ നന്മകളെ അങ്ങ് പുറത്തു കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. വരും ദിവസങ്ങൾ സാക്ഷ്യങ്ങളുടേതായി മാറട്ടെ. ജോലികളില്ലാതെ ഭാരപ്പെടുന്ന ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട ജോലി സാഹചര്യങ്ങളെ സ്വർഗം ഒരുക്കി നൽകി മാനിക്കണമേ. തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഇവർ വിശ്വാസികളായതുകൊണ്ട് ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന തൊഴിലിടത്തിലെ ചില വ്യക്തികൾ, അവരുടെ ഇടപാടുകൾ, ദൈവമുള്ളവൻ ആരെന്ന് അവരറിയട്ടെ. സ്വർഗം തുറക്കണമേ, ദൂതന്മാർ ഇറങ്ങട്ടെ. ഓ, അശൂരിൻ്റെ പാളയത്തിൽ ഇറങ്ങിയ ദൈവത്തിൻ്റെ ദൂതൻ്റെ സാന്നിധ്യം ഇവരുടെ ജോലി സ്ഥലത്ത് ഇവർ അനുഭവിക്കട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, സാലറികൾ, വർധനവ്, ഇൻക്രിമെൻറ്റുകൾ ലഭിക്കട്ടെ. വിശാലത ഇവർ പ്രാപിച്ചെടുക്കട്ടെ. ഓ, താങ്ക് യു ലോർഡ്. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗമങ്ങ് സൗഖ്യം നൽകണം. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ. ഇപ്പോൾ ജനിച്ച് ചില ദിവസങ്ങളായി രോഗത്തിൽ തുടരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ നൽകി മാനിച്ചാട്ടെ. കടഭാരത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, ഇനി എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ ചിന്തിച്ച് ഭാരപ്പെടുന്നവർ, യേശുവെ, സ്വർഗം വഴി തുറക്കണമേ. ബാധ്യതകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. സാമ്പത്തികമായി അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ മാറട്ടെ. സാമ്പത്തിക അഭിവൃദ്ധി, ഉന്നമനം ഉണ്ടാകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ സമൃദ്ധി അനുഭവിക്കട്ടെ. വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവരായി മാറട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകണമേ. പണികൾ മനോഹരമായി പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ അഡ്വാൻസ് കൊടുത്തു രജിസ്ട്രേഷൻ നടക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, അത് നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം അനുവദിക്കരുത്. ഇവരുടെ എല്ലാ ഇല്ലായ്മയ്ക്കും സ്വർഗം അങ്ങ് അറുതി വരുത്തണമേ കർത്താവേ. ഇവർ ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് അങ്ങയുടെ നാമത്തിൽ പ്രാപിച്ചെടുക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ കർത്താവേ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. മക്കളുടെ പഠനത്തിന് വേണ്ടത് കരങ്ങളിൽ നൽകി മാനിക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. IELTS, MOH, OET, പ്രോമെട്രി എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ട് നൽകണമേ. എഴുതുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ കൂടിയിരിക്കണമേ. വിവിധ എക്സാമുകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ.
വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. യേശുവേ, ശുശ്രൂഷകൾ ചെയ്യുന്നവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരുടെ ശുശ്രൂഷകൾ അങ്ങ് അനുഗ്രഹിക്കണമേ. ആത്മീക ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.